നമസ്കാരം. ഇനി നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ ഒരു ചില്ലി ഗോബി ഉണ്ടാക്കാമെന്ന് നോക്കാം. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലും ഇതിലും നമ്മുടെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു ഗോബി എടുക്കുക, എന്നിട്ട് ഇനി അതിനെ ചെറിയ കഷ്ണങ്ങളാക്കുക. കോളിഫ്ലവർ എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി നമുക്കൊരു സോസ് പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം. ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോളിഫ്ലവർ ഇട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നന്നായി ഇളക്കി കൊടുക്കുക, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ. ഇനി ഇതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റോളം തിളക്കുന്ന വെള്ളത്തിൽ കിടന്നാൽ മതി. അതിൻ്റെ ഉള്ളിൽ പ്രാണിയോ പുഴുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പോവാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ടൊന്ന് വെന്താൽ മതി, ഒത്തിരി വെന്ത് പോകണ്ട. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് വെന്ത് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോഴും വേഗം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഒരു 2 മിനിറ്റോളം അവിടെ അടുപ്പിലിരുന്ന് തിളക്കട്ടെ. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതൊരു കളറിന് വേണ്ടി ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇനി 1 ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല മാവ് നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം. മാവെല്ലാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറാണ്. ഈ കോളിഫ്ലവറിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇത് കുറച്ച് കോൺഫ്ലോർ ചേർത്തിട്ട് നന്നായി യോജിപ്പിക്കണം. ഇനി ഈ കോളിഫ്ലവർ ഈ മാവിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി യോജിപ്പിക്കുക. നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ല തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റോളം കഴിഞ്ഞു. ഇനി നമുക്കൊരു പാനടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി അതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ ഓരോന്നായി എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ഓരോ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഞാൻ പൊരിക്കാനിട്ടിട്ടുണ്ട്. ഇനി ഒരു പകുതി കൂടെ പൊരിക്കാനുണ്ട്. ഇത് പൊരിഞ്ഞ് കഴിയുമ്പോൾ അടുത്തതും കൂടെ പൊരിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ ഒരു വശം പൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മറിച്ചിട്ടിട്ട് നന്നായിട്ട് മറ്റേ വശം കൂടെ പൊരിച്ചെടുക്കാം. നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് അടുത്ത ബാച്ച് നമുക്ക് ഫ്രൈ ചെയ്യാനിടാം. ബാക്കി കൂടെ നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി സോട്ടായതിനു ശേഷം കുറച്ച് സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക.
അടുത്തത് സ്ക്വയർ ഷേപ്പിൽ തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. കുറച്ച് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ഒത്തിരി വെന്ത് പോകണ്ട, ഒന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ ചെയ്യുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുക്കുക. സോയാ സോസ്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇതിൽ കലക്കിയ വാട്ടറാണ്, അതൊഴിച്ച് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഒരു കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്ത വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇത് വേഗം കട്ടിയായി പോകും. നല്ലൊരു തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവറിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാവുന്നതാണ്. കോളിഫ്ലവർ എല്ലാം ഇട്ട് കൊടുത്ത് അവസാനം കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ഗോബി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇതിൽ നിന്നെടുത്ത് മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ഗോബി റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. സ്നാക്ക് ബോക്സിലും കൊടുത്തു വിടാൻ പറ്റുന്നതാണ്. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.